സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗെയിൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സീരീസുമായിട്ടോ കാര്യങ്ങളായിട്ടോ തിയറിറ്റിക്കലി ഒരു ബന്ധമില്ലാത്തൊരു സംഭവത്തിനെ പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോഴേ കണ്ടു കാണും, ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സൈക്കോളജി എന്നൊക്കെ ഞാൻ തമ്മിൽ അടിച്ച് വലിയ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനുവേണ്ടി വലിയ ഭീകരമായിട്ടുള്ള അറിവോ കാര്യങ്ങളോ ഉള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. അപ്പം ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഒരുവിധം നമ്മളെയൊക്കെ പോലെ സാധാരണക്കാർക്ക് വരാൻ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും അതുമെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാനിന്ന് വന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഈ ഒരു സീരീസ് നിർത്തിയിട്ട് ഈ ഒരു ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റി ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമ്മുടെ യുക്രൈൻ റഷ്യ വാർ കിടക്കുകയാണ്, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് കിടക്കുന്നുണ്ട്. അപ്പം പല രീതിയിൽ ആൾക്കാർ ചിന്തിക്കും, പല രീതിയിൽ ചിന്തിച്ചിട്ട് പല ട്രേഡിൽ കയറാൻ തോന്നും, ഗാംബ്ലിങ് കളിക്കാൻ തോന്നും, അങ്ങനെ പല സംഭവങ്ങൾ തോന്നും. ഇപ്പോൾ വീണാലും ഇനി തിരിച്ച് വരുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കയറുമെന്ന് വിചാരിക്കും, കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുമെന്ന് വിചാരിക്കും. അതായത് അൺസർട്ടൺ മാർക്കറ്റാണ്. അൺസർട്ടൺ മാർക്കറ്റിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രേഡ് ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരും എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ട്രേഡർക്ക്, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക്, നിങ്ങൾ ഏത് ചെയ്യുന്ന ട്രേഡറോ ആയിക്കോട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വർഷങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആരായാലും, അത് നിങ്ങൾ ഇക്വിറ്റിയിലായാലും ഫ്യൂച്ചേഴ്സിലായാലും ഓപ്ഷൻസിലായാലും ഏതിലായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുമായിരിക്കും. കാര്യം ഞാനും ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള അതേ പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനും അതിനെയൊക്കെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അല്ലാതെ നമ്മുടെ സീരീസോടെ ഒരു കണക്ഷനും തിയററ്റിക്കലി ഇല്ല, പക്ഷേ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസുമായിട്ടും കണക്ഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. കാര്യം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലി അത് ഷെയർ മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ വരും, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഈ ട്രേഡിംഗ് സൈക്കോളജിയും അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രേഡ് എടുത്തിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യണോ എൻട്രി ചെയ്യണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വളരെ ആദ്യമേ പറഞ്ഞു, പേഴ്സണൽ ഒപ്പീനിയനാണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചിന്തയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ ആർക്കൊക്കെ ട്രേഡ് ചെയ്യാം, ആരൊക്കെ ട്രേഡ് ചെയ്യരുത് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. അത് എൻ്റെ വ്യൂ ആണ്, ഞാൻ വീണ്ടും പറയുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്, അതായത് കടമെടുത്ത് ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർ. അതായത് പൈസ നമ്മളിപ്പം നമ്മുടെ കയ്യിലില്ല, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. കാരണം കടമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ എനിക്ക് ഇന്നണക്ക് ഈ ഒരു മേഖലയെപ്പറ്റി അറിയാം, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു, ഞാൻ കുറേ പേപ്പർ ട്രേഡിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ലൈവ് ട്രേഡ് വേറെ, പേപ്പർ ട്രേഡ് വേറെ. എന്നാലും ഞാൻ കുറേയൊക്കെ പഠിച്ചു, കുറേ വീഡിയോസ് കണ്ടു, ഞാൻ കുറേ ബുക്ക് വായിച്ചു, അതിലൂടെ എനിക്ക് കുറേ അറിവ് കിട്ടി. അപ്പോൾ നമ്മൾ നേരെ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞ് അവരുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വേറെ മൈൻഡ് സെറ്റ്. അതൊക്കെ കുഴപ്പമില്ല, നമ്മുടെ അച്ഛനും അമ്മയാണ്. നേരെ മറിച്ച് നമ്മൾ കടമെടുക്കുക, ഫോർ എക്സാമ്പിൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു ലോൺ എടുക്കുക, അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിക്കുക. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തും. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രേഡ് എടുത്താൽ നേരെ ഇരിക്കാൻ പറ്റില്ല. ഒരു സമാധാനപരമായിട്ട് നമ്മുടെ എത്ര സ്റ്റഡി കറക്റ്റ് ആണെങ്കിലും, എത്ര അനാലിസിസ് കറക്റ്റ് ആണെങ്കിലും, എത്ര സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആവുന്നില്ല, നമുക്ക് നേരെ കുറിച്ച് അതിനകത്തുനിന്ന് സമാധാനപരമായിട്ട് നമുക്ക് ഇരിക്കാൻ നമ്മുടെ മനസ്സ് അനുഭവിക്കില്ല. കാര്യം നമുക്ക് ഫുൾ ടൈം ടെൻഷൻ ആയിരിക്കും. അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി പറയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഞാൻ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒന്നാമതായിട്ട് അതുകൊണ്ട് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. നമ്മളതിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണ്ട, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് തരുന്ന പൈസയാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, അത്തരത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചേട്ടത്തി അങ്ങനെയുള്ള ആൾക്കാർ തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കടമെടുത്തോ ലോൺ എടുത്തോ നിങ്ങൾ ഒരാളിൽ നിന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്നോ ഒന്നും പറഞ്ഞ് ഒരിക്കലും ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. ചെയ്തുവിടാത്ത ആൾക്കാരിൽ ഒന്നാമത്തെ
രണ്ടാമത്തെ ആൾക്കാർ, നിങ്ങളിപ്പോൾ നല്ലൊരു ജോബിലിരിക്കുകയാണ്, നല്ല അത്യാവശ്യം മാന്യമുള്ള ഹൈ പൊസിഷനാണ്, കാര്യങ്ങളാണ്, നല്ല ലെവലിൽ നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ നല്ലൊരു ഹെവി സെറ്റപ്പിൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരുപാട് സബോർഡിനേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവ എന്താ ഇങ്ങനെ പറയുന്നത്. ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഈഗോ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഈഗോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർ. അതായത് അതോറിറ്റി പവർ എന്ന് പറയുന്നൊരു സംഭവമല്ലേ, അതായത് നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കുക, ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക് എപ്പോഴും. കാര്യം അവരിപ്പോൾ ഒരു കമ്പനിയുടെ ടോപ്പിലെത്തിയ ആൾക്കാരാണ്, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. അവരാർക്കും റെസ്പോൺസിബിൾ അല്ല, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റഡ് അല്ല. പക്ഷേ അവർ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവർ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. ഈ തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ട്രേഡിങ്ങിൽ കയറുമ്പോൾ നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ഭീകര ലോസിലോട്ട് പോവാം. അതുപോലെ മാർക്കറ്റുമായിട്ട് എപ്പോഴും അവർക്കൊരു റിവെഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ അവരെ തോപ്പിച്ചാൽ, മനസ്സിലായി, അവരെ ട്രേഡ് ലോസിലോട്ട് പോയാലോ അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി അവരെയും കാട്ടി താഴ്ന്ന ഒരാൾ ഉണ്ടാക്കുന്ന അത്രയും പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതിനനുസരിച്ചുള്ളൊരു ഈഗോ, അതെല്ലാം വർക്കൗട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ മനസ്സിരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി ഞാൻ എന്താ പറയുന്നത്, അപ്പം അങ്ങനെ ഈ പൈസപരമായിട്ടുള്ള ഇതും നമ്മുടെ ഇമോഷൻ പരമായിട്ടുള്ള ഈ രണ്ട് വിഷയം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. മൂന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഒരിക്കലും ഇതിന് ഇറങ്ങാൻ നിൽക്കരുത്. എപ്പോഴും ഫസ്റ്റ് ലേൺ ദെൻ ഏൺ എന്നായിരിക്കണം. ഓക്കെ, അല്ലാതെ ആദ്യമേ കയറി നമുക്ക് പൈസ ഉണ്ടാക്കാം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും അങ്ങനെയല്ല. ക്ലിയർ ആയിട്ടുള്ള പഠിത്തവും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അത് മൂന്നാമത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അത് ഞാൻ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി ആർക്കൊക്കെ ട്രേഡ് ചെയ്യാം? എൻ്റെ വ്യൂ പോയിന്റിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതായത് നമുക്ക് ഒരു കാര്യം മതി, എതിരെ നിൽക്കുന്ന മാർക്കറ്റ്, നമ്മളൊരു മാർക്കറ്റിനെതിരെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ മാർക്കറ്റിനെ നമ്മളൊരു വ്യക്തിയായിട്ട് കണ്ട് തോറ്റു കൊടുക്കേണ്ട സാഹചര്യത്തിൽ തോറ്റു കൊടുക്കാൻ മെൻറ്റാലിറ്റി ഉള്ള ഏതൊരാൾക്കും, ഈ തോറ്റു കൊടുക്കാനെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡിൽ കയറി, നമ്മൾ ഓപ്പോസിറ്റായിട്ട് കാര്യം നടന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഓക്കെ ശരി, റിവെഞ്ച് ട്രേഡ് എടുക്കാതെ പകരം ഓക്കെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, സമാധാനപരമായിട്ടിരിക്കുക, എൻ്റെ അന്നത്തെ മാക്സിമം സ്റ്റോപ്പ് ലോസ് ഹിറ്റായെങ്കിൽ ട്രേഡ് നിർത്തുക. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം, ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ. അപ്പോൾ ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർ, ഇന്ന ആൾക്കാർക്ക് ട്രേഡ് ചെയ്തുകൂടാ, ഇന്ന ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാം എന്ന് എൻ്റെ വളരെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ ആദ്യം വരുന്നു, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ചെറിയ അറിവുകൾ കിട്ടുന്നു. ആദ്യം നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ തന്നെ നമുക്ക് ഭീകര സംഭവമാണ്. നമ്മളപ്പം ഞാൻ എന്തൊക്കെയോ പഠിച്ച്, ഞാൻ എന്തൊക്കെയോ നേടി, ഓക്കെ ഇനി നമുക്ക് കയറിയിട്ട് നമ്മൾ ആദ്യം ഈ പഠിച്ച കണക്കൊക്കെ ചെയ്യും. പഠിച്ച കണക്കൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും 5000 രൂപയിലോ അല്ലെ 2000 രൂപയിലോ 10000 രൂപയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും എത്ര പറഞ്ഞാലും ആദ്യമായിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്വിംഗ് ട്രേഡിങ് ചെയ്തു നോക്കും. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ മാർക്കറ്റിലോട്ട് വന്നു, നല്ല രീതിയിൽ ഒരു ഇറക്കത്തിൽ നിൽക്കുക, ഇതിന് ശേഷം സ്വിംഗ് ട്രേഡിലോട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർ കുറച്ച് പേര് കയറാമെന്ന് വെച്ചോ, അവർ സ്വിംഗ് ട്രേഡിങ് കയറും. കൂടിപ്പോയാൽ ഇപ്പോൾ ഈ വാറും കാര്യങ്ങൾ ഇഷ്യൂ എല്ലാം കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇവർ കൊള്ളാല പരിപാടി. അപ്പം ഇവർ വിചാരിക്കും അപ്പോൾ ഇതിനകത്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്നാൽ നമുക്കിനി ഇൻട്രാഡേ ചെയ്തോട്ടെ, നമ്മളെന്തിനാണ് ഇപ്പോൾ ഈ സ്വിങ്ങിൽ തന്നെ കിടന്ന് കളിക്കുന്നത്. നേരെ ഇവർ ഇൻട്രാഡേയിലോട്ട് പോകും. ഇപ്പം പിന്നെ പണ്ടത്തെ കണക്ക് 20x 25x ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭീകര നഷ്ടങ്ങൾ വരത്തില്ല. എന്നാലും 5x ലിവറേജ് ഇപ്പോഴും ഉണ്ട്. നേരെ നമ്മൾ 5x ലിവറേജിലെടുക്കും. അപ്പം ആദ്യത്തെ ഇൻട്രാഡേയിലൊക്കെ കുറച്ച് പ്രോഫിറ്റ് കിട്ടും. അതായത് ഇവർ ചെറിയ ക്യാപിറ്റൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 100 രൂപ 200 രൂപയൊക്കെ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടി തുടങ്ങുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കും, എടാ ഇത് കൊള്ളാം, ഇത് അടിപൊളി പരിപാടിയാണ്,
അപ്പോൾ നമ്മൾ ഇനി ഷാർപ്പായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കണം. അപ്പം ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുകൂടെ പഠിക്കണമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പല യൂട്യൂബിൽ കയറി തുടങ്ങി ദ ബെസ്റ്റ് പ്രോഫിറ്റബിൾ എവർഗ്രീൻ സ്ട്രാറ്റജി ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്ത് 100% പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി, ലോസ് ഒരിക്കലും വരാത്ത സ്ട്രാറ്റജി, ഹൗ ടു ഹാക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഹൗ ടു ഹാക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അടിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ യൂട്യൂബിൽ നിന്ന് പല വീഡിയോസ് ഓരോ ദിവസം ഓരോ സ്ട്രാറ്റജിയാണ്. ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നു, ഒരു 2-3 ദിവസം നമ്മൾ പ്രോഫിറ്റ്, ഓക്കെ 4ാമത്തെ ദിവസം ലോസ്, അപ്പോഴത്തേക്ക് ഇത് ശരിയാവത്തില്ല, ഇത് മാറ്റണ്ട, ഇതിൽ എന്തോ വിഷയമുണ്ട്, പുതിയൊരു സ്ട്രാറ്റജി ഇറങ്ങിയിട്ടുണ്ട്, നേരെ അതിനകത്തോട്ട് പോകുന്നു. അപ്പോൾ അതിനുശേഷം പതുക്കെ പഠിച്ച് വന്നു. അപ്പോഴത്തേക്ക് പല ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പല സ്ക്രീൻഷോട്ടുകൾ കാണുന്നു. 1 ലക്ഷം രൂപ പ്രോഫിറ്റ്, 2 ലക്ഷം രൂപ പ്രോഫിറ്റ്, 50 ലക്ഷം രൂപ പ്രോഫിറ്റ്, 60 ലക്ഷം രൂപ പ്രോഫിറ്റ്. ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിലും ഇവരെല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന. നേരെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോട്ട് കയറി. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോട്ട് കയറി കഴിയുമ്പോൾ ആദ്യം ചെറിയ രീതിയിൽ ഫുള്ള് ബൈയുടെ പരിപാടി. ഒന്നീ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, ഒന്നീ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അപ്പോൾ എവിടെ നിന്നേലും മാർക്കറ്റിൽ കേൾക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, മാർക്കറ്റ് താഴോട്ടിനെ കഴിഞ്ഞാൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് മാത്രം കേട്ടിട്ട് നേരെ ആദ്യം കയറി ചെയ്യും. വളരെ ചെറിയ ക്യാപിറ്റലിന് ചെയ്തു തുടങ്ങും. അപ്പോഴത്തേക്ക് ദൈവാനുഗ്രഹമോ എങ്ങനെയുമൊക്കെ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. ലൈഫ് സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകും. ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമ്മൾ ഡിപ്ലോയ് ചെയ്യും കൂടുതൽ. അപ്പോൾ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പിന്നെ ചരിത്രമാണ് കാര്യങ്ങൾ, മൊത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും നമ്മുടെ എല്ലാവരെയും ലൈഫിൽ നടന്നിട്ടുള്ള സംഭവമായിരിക്കും, എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നതുമാണ് ഇതൊക്കെ. ഇങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു എവല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ട്രേഡറിൻ്റെ ഭൂരിഭാഗം ആൾക്കാരുടെയും. ചിലരുണ്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, വളരെ സ്ട്രക്ചർഡായിട്ട് കാര്യങ്ങൾ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, അലൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാനും അങ്ങനെ തന്നെയൊക്കെ വന്നൊരു വ്യക്തിയാണ്, ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ട്രേഡറിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെല്ലാം വന്നു കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ കുറേ ലോസൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ് പരത്തും ഇത് ഉഡായിപ്പാണ്, ഇതിലെന്തോ വള്ളിയുണ്ട്, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പ് കേസ് കെട്ടുകളാണ്, ഇങ്ങനെ പലരും പറയും, കാര്യങ്ങൾ പറയും. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ പോകും. വീണ്ടും വേറെ കുറേ പേര് നമ്മുടെ കൂടെ തുടങ്ങി ആരെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കി അറിയുമ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇതിനകത്ത് വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഷാർപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കും. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാലും അതിനകത്ത് ഏതാണ് ശരി, അതിനകത്ത് ഏതാണ് തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ട്രേഡറായി മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറച്ച് അറിവൊക്കെ ഉള്ളൊരു ട്രേഡറായി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിയ ആൾക്കാർ ആണ് ഈ വീഡിയോ ഇനി തൊട്ട് കാണേണ്ടുള്ളത്. ഓക്കെ, ഇതുവരെ ഒരു ട്രേഡറിന് ഇതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വരിക. അതിനിപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പച്ച മലയാളത്തിലാണെങ്കിൽ ഞാൻ ദാ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാൻ പേടിയെങ്കിൽ എന്നാൽ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ആ എപ്പിസോഡ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ കാണേണ്ട ഒരു കണ്ടിട്ട് വരിക. അപ്പോൾ അതെല്ലാം പഠിച്ചു കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് കണ്ട് നിൽക്കുന്നവർ ഇനി നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ ശരിയാവണം എന്ന് വിചാരിക്കുന്നത്. അതായത് ഞാൻ എടുക്കുന്ന ഏതൊരു ട്രേഡും പ്രോഫിറ്റിൽ തന്നെ എൻഡ് ചെയ്യണം. അത് ഈ ഒരു ഒറ്റ കാര്യം, ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആദ്യം പറഞ്ഞത് ആരൊക്കെ ട്രേഡ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ബോസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും പറ്റുന്ന ഒരു പരിപാടിയല്ല ട്രേഡ് എന്ന് പറയുന്നത്. കാര്യം അത് മെയിനായിട്ട് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. അവർക്ക് എപ്പോഴും ശരിയാവണം, കാര്യങ്ങൾ ഞങ്ങൾ എടുക്കുന്ന പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും എപ്പോഴും. അത് നമുക്കിടയിലും പലർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ട്രേഡ് എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആവണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുള്ളൊരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന സമയത്ത് ഹിറ്റാവട്ടെ. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്താണ് നമ്മളിപ്പം ഇതിനകത്ത് എന്താണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ വന്നേക്കുന്നത് എന്തിനാണ്? ഓഫ് കോഴ്സ് നമ്മൾ പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കുന്ന പരിപാടിക്ക് എന്താ പറയുക, നമുക്ക് ബിസിനസ് എന്ന് പറയുന്നതിന് ഇതിൽ നമ്മൾ ബിസിനസ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് വേറെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണ്ട, അല്ലെങ്കിൽ വേറെ പണിക്കാരില്ല അവർക്ക് ശമ്പളം കൊടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സാധനം ഇറക്കണ്ട, റോ മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചാർജ് ഇല്ല, അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. നിങ്ങൾക്ക് ബിസിനസ്സാണ് നടത്തുന്നതെങ്കിലും
അപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തുന്നതിൽ അത്തരത്തിലുള്ള ചിലവുകളില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ പല ചിലവുകളില്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ചിലവായിട്ടങ്ങ് കൂട്ടിയാൽ മതി സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ആ ചിലവ് എന്താ വേണം, കൂടാതെ നോക്കുക. അപ്പോൾ അതിനെന്താ വേണം, റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ക്ലിയർ ആയിട്ടുള്ള പൊസിഷൻ സൈസിങ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ ഇക്വിറ്റിയുടെ സെക്ഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു തന്നുള്ളതാണ്, നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. എന്നാലും ഞാൻ എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് ഇക്വിറ്റിയിൽ ചെയ്യാറെന്നുള്ള ഒരു എക്സൽ ഷീറ്റും ഫയലും കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓപ്ഷൻസിലാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഇൻ കേസ് എന്നാലും ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്യാപിറ്റൽ എത്ര ഉണ്ടോ അതിനെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു നമ്പർ കിട്ടും, അതാണ് നമ്മുടെ ക്വാണ്ടിറ്റി. അത്രയും ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ എടുക്കുക. അതാണ് ഓപ്ഷൻസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇക്വിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ആ പൊസിഷൻ സൈസിങ്ങിൻ്റെ ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ പറയുന്ന സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസിങ് എടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ എതിരെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് കാണിക്കുക. വളരെ സന്തോഷപരമായിട്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, അത് കൂടുതൽ സ്റ്റോപ്പ് ലോസ് ആവാതിരിക്കുക. അതുപോലെ മാക്സിമം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ഒരു ദിവസം കളയാൻ റെഡിയായിട്ടുള്ളൊരു പൈസ അത് മാത്രം വെക്കുക. മാക്സിമം ആ ഒരു ലോസ് എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ട്രേഡ് നിർത്തുക. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ലാപ്പ് അങ്ങ് മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ലാപ്പ് മടക്കി വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങുക. ഈ 3 പരിപാടി ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ് ആ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വീണ്ടും മാർക്കറ്റിൽ ഇരിക്കും തോറും നിങ്ങളെ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കണ്ണിൻ്റെ മുൻപിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ട്രേഡിങ്ങിന് എടുത്തുകൊണ്ടിരിക്കും. ഈ ട്രേഡ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് വീണ്ടും മറ്റേ ലോസ് കവർ ചെയ്യണം. അതാണ് റിവെഞ്ച് ട്രേഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, എപ്പോഴും നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ ശരിയാവണമെന്ന് വാശി പിടിക്കരുത്. കാര്യങ്ങളുടെ നമ്മുടെ സ്ട്രാറ്റജി ബേസ് നമ്മൾ എന്താണോ പഠിച്ചത് അതിനെല്ലാം ബേസ് ചെയ്ത് കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്ത് പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഫിറ്റ് അല്ല നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആവുക. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ്. എപ്പോഴും പ്രോഫിറ്റ് വേണമെന്ന് വാശി പിടിക്കാതിരിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ വളരെ ദേഷ്യം പിടിപ്പിക്കും. ചിലപ്പം ചിലർ ഓഫാക്കിയിട്ട് പോകും. ഇതൊരു പ്രോബബിലിറ്റി ബിസിനസ്സാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. അതിനകത്ത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വളരെ ഫേമസ് ആയിട്ടുള്ള പല എക്സ്പേർട്ടുകളും പറയുന്നുണ്ടായിരിക്കും ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സൂപ്പറാണ്. ഓഫ് കോഴ്സ് ഇത് വളരെ ലീഗലായിട്ട് വളരെ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. പക്ഷേ ഇതൊരു സർട്ടൺ ബിസിനസ്സാണ്. ഇത് ഇങ്ങനെ തന്നെ നടക്കും. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പഠിച്ചാൽ ഇത് ഉറപ്പായിട്ടും വർക്കൗട്ട് ആയിരിക്കും. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ആവും എന്ന് പറയുന്നതിൽ എന്താ പറയുക, അതിനകത്ത് ഒരു സത്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിനകത്ത് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് എൻ്റെ ഒരു ദേഷ്യം തോന്നാം, പല ആൾക്കാർക്ക് എൻ്റെ ഒരു ദേഷ്യം തോന്നാം. കണ്ടുകൊണ്ടിരിക്കുന്നൊരു ചിന്തിക്കുക എന്താണെന്ന്. ഞാൻ അതിന് ക്ലിയർ ആയിട്ടുള്ള മറുപടി തരാൻ ഞാൻ റെഡിയാണ്. അതായത് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരൻ അയാളായിരുന്നേനെ. അത് ഉറപ്പായിട്ടും ഒരു സംശയമില്ലാത്ത കേസാണ്. സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല, നിങ്ങൾക്ക് ഫുൾ ടൈം ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും എന്ന് പറയുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ ഇന്ന് ദൈവമായിരുന്നേനെ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അയാളായിരുന്നേനെ എന്നത് ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അപ്പോൾ അതൊക്കെ ചുമ്മാതാണ്. അതിൽ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണെന്ന് പറയണമെങ്കിൽ സിംപ്ലി നമ്മുടെ കോമൺ ലോജിക്ക്, നമ്മുടെ സാധാരണക്കാരനാണ്, നമ്മുടെ കോമൺ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഏതൊരു മേഖലയായാലും, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേയിലായാലും ട്രേഡ് ചെയ്യുന്ന നമ്മൾ ഇക്വിറ്റിയിലായാലും ഫ്യൂച്ചേഴ്സിലായാലും ഓപ്ഷൻസിലായാലും നിങ്ങളൊരു ബൈ കോൾ പ്ലേസ് ചെയ്യുന്നു. എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബൈ ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ബൈ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആരോ അതേ സാധനം സെല്ല് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അപ്പോഴാണ് ആ ഒരു ഓർഡർ മാച്ചായിട്ട് നമ്മളെ ഓർഡർ പ്ലേസ് ആവുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. നമ്മൾ ആ ട്രേഡിൽ വിജയിക്കാനുള്ള സാധ്യത 50-50 മാത്രമേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിം മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഹൈ പ്രോബബിലിറ്റി ട്രേഡും ലോ പ്രോബബിലിറ്റി ട്രേഡും കണ്ടുപിടിക്കുക. അതിനാണ് ഈ പറയുന്ന സ്ട്രാറ്റജീസും ഇക്വിറ്റീസും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമാവുന്നത്. അല്ലാതെ ഞാൻ പഠിച്ച സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% ഞാൻ പ്രോഫിറ്റ് ആവുന്ന അതിനകത്ത് അർത്ഥമില്ല.
മനസ്സിലായോ? കാര്യം നിങ്ങളൊരു ബൈ ഓർഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ സമയത്ത് വേറൊരാൾ സെല്ല് ചെയ്യുന്നെങ്കിൽ അവൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്? സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്നതാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാളല്ലേ വിജയിക്കൂ. അപ്പോൾ ഇതൊരു 50-50 ചാൻസാണ്. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും 50-50 ചാൻസാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം നിങ്ങൾ നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഹിറ്റ് ആയാൽ നമ്മളത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവുക. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യത്തിൽ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നൊരു സംഭവം, ഫോമോ എഫക്റ്റ് എന്ന് പറയും. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മൾ നമ്മുടെ അനാലിസിസ് പ്രകാരം അതിനകത്ത് ഈ മൂന്നാമത്തെ കാര്യത്തിൽ ഞാൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ എഫക്റ്റാണ് ഫോമോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണത്? അതായത് നമ്മളൊരു ട്രേഡിൽ കയറാനായിട്ട് പോവുകയാണ്. അതായത് എൻ്റെ അനാലിസിസ്, എൻ്റെ പാറ്റേൺ വൈസ് ഞാൻ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് ഓക്കെ നമുക്കൊരു ട്രേഡിനുള്ള സാധ്യതകൾ വന്നു. അപ്പോൾ ആ ട്രേഡിൽ കൃത്യമായിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മളത് ആ ട്രേഡിലോട്ട് എൻ്റർ ആവാൻ പോകുന്നത്. ആ ട്രേഡിലോട്ട് എൻ്റർ ആവാൻ പോകുന്ന അതിന് അടുത്തോട്ട് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുമോ, അപ്പോൾ നമുക്കൊരു പേടി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു പോയിന്റിൽ റിസ്ക് റിവാർഡൊക്കെ എന്തൊക്കെ എടുക്കണമെന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. നമ്മൾ പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പോയിന്റിൽ വരുമ്പോഴാണ് ആ റിസ്ക് റിവാർഡൊക്കെ മാച്ച് ആവുന്നത്. അപ്പോൾ ക്യാൻഡിൽസ് ഇങ്ങനെ പതുക്കെ ആ ഒരു പോയിന്റിൽ എത്താറാവുമ്പോൾ ഇവിടുന്ന് റിവേഴ്സായി പോവോ. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമുക്ക് ആ ട്രേഡ് എടുക്കാനുള്ള സാധ്യത മിസ്സായി പോകുമോ, ആ ട്രേഡിലോട്ട് എൻ്റർ ആവാനുള്ള സാധ്യത മിസ്സായി പോകുമോ എന്നുള്ള പേടിയിൽ നമ്മൾ പോയി ഏർലി എൻട്രി എടുക്കും. അതായത് നമ്മുടെ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ഇല്ല ഇവിടെ നിന്ന് എടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോയി അവിടെ നിന്ന് എടുക്കും. അവിടെ നിന്ന് എടുക്കുമ്പോൾ ഉള്ള വിഷയം എന്തായി? നമ്മുടെ റിസ്ക് വലുതായി, നമ്മുടെ ടാർഗറ്റ് ചെറുതായി. കാര്യം നമ്മുടെ പോയിന്റ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ചാൻസ് പോകുമെന്ന് വിചാരിച്ച് നേരത്തെ കൂടി കയറി കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവും? വീണ്ടും നമ്മുടെ പോയിന്റിലോട്ട് എത്താൻ നേരം നമ്മുടെ ശരിക്കുമുള്ള പോയിന്റിൽ എത്താൻ നേരം നമ്മൾ ലോസിലായി. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ഇങ്ങനെ കാണിക്കും. ചെറിയൊരു പ്രോഫിറ്റ് അങ്ങോട്ട് കാണിച്ചു തുടങ്ങുമ്പോൾ അയ്യോ നമ്മൾ നേരത്തെ അങ്ങ് കയറിപ്പോയല്ലോ, അപ്പോൾ എന്താ ചെയ്യും? ഇനി ഈ പ്രോഫിറ്റും കൂടെ ഇല്ലാതാവുമോ? അപ്പോൾ നമ്മുടെ റിസ്ക് വലുതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പ്രോഫിറ്റ് പോകുമോ എന്നുള്ള പേടിയായി. അതാണ് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ട്രേഡ് പോകുമോ എന്നുള്ള പേടിയിലാണ് നമ്മൾ പോയി നേരത്തെ കയറി കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി എക്സിറ്റ് ആകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പോകുമോ എന്നുള്ള പേടിയിലായി. അപ്പോൾ അതാണ് ഈ ഫോമോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടുള്ള പരിഹാരം എന്താണ്? കൃത്യമായിട്ടുള്ള നിങ്ങളുടെ സ്ഥലത്തെത്തുമ്പോൾ മാത്രം ട്രേഡിൽ കയറുക, കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ആണ് ടാർഗറ്റ്. അതാണ് അതിനുള്ള പരിഹാരം. മൂന്നാമത്തതിൽ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആക്രാന്തം. അതിനകത്ത് അതിപ്പോൾ എന്താ പറയുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മാർഗ്ഗവുമില്ല. അതിന് ഏറ്റവും ചെയ്യേണ്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രോഫിറ്റ് നോക്കാതിരിക്കുക, മറ്റുള്ളവരുടെ ലോസ് നോക്കാതിരിക്കുക. ടെലഗ്രാമിൽ കാണുന്ന പ്രോഫിറ്റോ കാര്യങ്ങളോ കണ്ട് ബാക്കി ഓരോ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഓവർ ബാക്കിയുള്ളൊരു പ്രോഫിറ്റ് കണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാതിരിക്കുക. നമുക്ക് എന്താണോ കിട്ടേണ്ടുള്ളത്, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയത്തില്ല, അതുപോലെ നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, അതിനുള്ളത് മാത്രം എടുക്കുക. ഇപ്പോൾ അവർ ചിലപ്പോൾ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവരെന്താ ക്യാപിറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയില്ല, അവരെന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയില്ല, അവർ ഏത് ട്രേഡാണ് എടുത്തതെന്ന് നിങ്ങൾക്കറിയില്ല. കൂടിപ്പോയാൽ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് മാത്രം നമുക്ക് കാണാൻ പറ്റും, അവരുടെ പ്രോഫിറ്റിൻ്റെ നേർക്ക് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊന്നും അവരുടെ ലോസ് ഒന്നും ഷെയർ ചെയ്യത്തുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും കളർഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യമായിട്ട് നമ്മൾ പോകാതിരിക്കുക. നമുക്ക് എന്താണോ ഉള്ളത് അത് മാത്രം നമ്മൾ വാങ്ങുക, അതിനുള്ള കിട്ടുക, നിർത്തുക, പരിപാടി കഴിക്കുക. അല്ലാതെ വേറെ ആരെയും കണ്ട് നമ്മൾ ഒന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഓവർ കൊതിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഗ്രീഡ് ഒഴിവാക്കാനുള്ള. ഈ ഗ്രീഡ് വരുന്ന ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർ നന്നാവുന്നതാകുമ്പോഴാണ് ഈ പലർക്കും ഉള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട. നമുക്കുള്ളത് നമ്മൾ എടുക്കുക, നമുക്കുള്ള എൻട്രിയിൽ നമ്മൾ കയറുക, ടാർഗറ്റ് ആണ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോപ്പ് ലോസ്, എടുക്കുക, ഇറങ്ങുക. രണ്ടാമത്തെ കാര്യമാണ് ഗ്രീഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അത് 2 കാര്യങ്ങളല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഞാൻ വീണ്ടും പറയാണ്, ഷെയർ മാർക്കറ്റിൽ പ്രതീക്ഷകൾക്കൊന്നും ഒരു പ്രതീക്ഷയും വെക്കേണ്ട. അതായത് നമ്മുടെ വിശ്വാസമാണ് ഇന്ന കണക്ക് നടക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രതീക്ഷ. അതായത് നമ്മുടെ വിശ്വാസങ്ങൾക്കൊന്നും ഒരു വിശ്വാസവും ട്രേഡിങ്ങിൽ വെക്കരുത്. നമ്മുടെ കൃത്യമായിട്ടുള്ള പോയിന്റ് എത്തിയോ,
നമ്മുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് എത്തിയോ എടുക്കുക, നമ്മളെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എത്തിയോ എടുക്കുക. അല്ലാതെ മാർക്കറ്റ് ഇത്രയും ഇറങ്ങി അപ്പോൾ ഇതുകൊണ്ട് ഇനി റിവേഴ്സ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഈ ഗ്രീഡ് എന്ന് പറയുന്ന സംഭവം, ഹോപ്പ്, ഈ ഹോപ്പിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്നൊക്കെ പറയാറുണ്ട്. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇനി ഇവിടുന്ന് കയറുമായിരിക്കും, മാർക്കറ്റ് വീണ്ടും ചിലപ്പോൾ ഇറങ്ങിപ്പോവാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 16,400 എന്ന് പറയുന്നൊരു സപ്പോർട്ട്, 16,400 നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. 16,400 എന്ന് പറയുന്നൊരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് എടുക്കുന്നു. പക്ഷേ മാർക്കറ്റ് അന്ന് 500 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ആണ്, വീണ്ടും 300 പോയിൻറ്റ് ഇടിഞ്ഞു. അപ്പം ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടുന്ന് എന്തായാലും റിവേഴ്സ് ആവും, ഇത് സൂപ്പർ സപ്പോർട്ടല്ലേ. പക്ഷേ ആ പ്രതീക്ഷയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ലോസിലോട്ട് പോത്തതേ ഉള്ളൂ. മാർക്കറ്റ് വീണ്ടും ഇറങ്ങി അത് 200 പോയി. അപ്പോൾ ഇത്രയും ഇറങ്ങി അതുകൊണ്ട് ഇനി കയറാം, ഇത്രയും കയറി അതുകൊണ്ട് ഇനി ഇറങ്ങാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റുക. അതിനാണ് ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. 4ാമത്തെ കാര്യം, നമ്മളെല്ലാവരും ആദ്യകാലത്ത് തേടിക്കൊണ്ട് നടന്നതാണ്, പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ തേടുന്നുണ്ടായിരിക്കും. അതായത് ഷെയർ മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സക്സസ്ഫുൾ സ്ട്രാറ്റജി, ഒരിക്കലും ലോസ് വരാത്ത സ്ട്രാറ്റജി, എവർഗ്രീൻ സ്ട്രാറ്റജി, പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന മാത്രമുള്ള സ്ട്രാറ്റജി. അങ്ങനെ ഒരു സ്ട്രാറ്റജി ലോകത്ത് ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഷെയർ മാർക്കറ്റിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടുള്ള ഒരേ ഒരു കാര്യം, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ആദ്യം മുതലേ പറയുന്നതാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ പോയി കൈയിട്ട് വരുന്നതിൽ കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യം വളരെ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. അതിനകത്ത് നമ്മുടെ ബ്രൂസ്ലി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് ഷെയർ മാർക്കറ്റിൽ വളരെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് പുള്ളിക്കാരൻ പറയുന്നത്, എനിക്ക് 10,000 കിക്കുകൾ ഓരോ തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അവനെ എനിക്ക് പേടിയില്ല, പക്ഷേ ഒരു കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ആളെ എനിക്ക് പേടിയാണ്. അത് നമുക്ക് ഷെയർ മാർക്കറ്റിൽ വളരെയധികം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നിങ്ങൾ ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് പാറ്റേൺസും ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ലിമിറ്റഡായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളിൽ ഇരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ ആ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നാൽ മതി വർഷങ്ങളോളം. എന്നിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നാളെ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഓവറോൾ ഇപ്പോൾ ഒരു വർഷമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. കാര്യം എന്താണ്, നമ്മൾ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലല്ലേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ CPR ബ്രേക്കൗട്ട് എടുത്തു, നാളെ ഞാൻ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് എടുക്കുന്നു, മറ്റന്നാൾ ഞാൻ നാരോ CPR എടുക്കുന്നു, അതിൻ്റെ പിറ്റേന്ന് ഞാൻ വേറെ എന്തെങ്കിലും പാറ്റേൺ എടുക്കുന്നു, അതിൻ്റെ പിറ്റേന്ന് ഞാൻ വേറെ ഏതെങ്കിലും ഹൈക്കനാശി ക്യാൻഡിൽ ബേസ് ചെയ്തുള്ളൊരു ക്യാൻഡിൽ. അപ്പം ഓരോ ദിവസവും ഓരോ സ്ട്രാറ്റജി ബേസ് ചെയ്ത് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് സ്ട്രാറ്റജിയിലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നത്? നിങ്ങൾ കൂടിപ്പോയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊരു ട്രേഡിംഗ് ജേർണൽ പ്രിപ്പയർ ചെയ്യും. ഇന്ന ദിവസം ഞാൻ ഇന്നതെടുത്തു, ഇന്നതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ടാർഗറ്റ്. അതൊക്കെ എന്ത് പാടാണ്. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് നമുക്ക് അന്നത്തെ ദിവസം ട്രേഡ് എടുക്കാൻ പറ്റില്ല, ട്രേഡ് എടുക്കണ്ടെന്നേ. അത്ര ട്രേഡ് എടുത്തില്ലെങ്കിൽ നമ്മുടെ പൈസ അവിടെ തന്നെ കിടപ്പുണ്ടല്ലോ, നമ്മുടെ പൈസ പോകുന്നില്ലല്ലോ. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണോ നമുക്കറിയാവുന്നത് അതിൽ നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ പഠിച്ചു പോകും. അങ്ങനെ ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അത് നമ്മൾ ആ ഒരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളടക്കം. ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്ന ഒരു കാര്യം ആ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നിങ്ങളെ ഹൈ ലെവലിൽ നിങ്ങളൊരു പ്രോ ട്രേഡർ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അതിലുള്ള ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബിലിടുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഇതിനകത്തെല്ലാം ഞാൻ പഠിച്ചു വന്നതാണ്. അപ്പോൾ അതിനകത്ത് എനിക്കേത് സ്യൂട്ടാവും എന്നുള്ളത് ഞാനാണ് കണ്ടുപിടിച്ചത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഞാൻ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ട്രേഡ് ചെയ്ത സമയത്ത് സ്വിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഞാൻ ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട്, നാരോ CPR അല്ലെങ്കിൽ നാരോ റേഞ്ച് ബ്രേക്കൗട്ട്, NR7, NR4, പിന്നെ ഈ പറഞ്ഞ കണക്ക് MACD എന്ന് പറയുന്നത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ്, എല്ലാത്തിലും ഞാൻ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
അതൊരു തുടക്കക്കാരൻ അങ്ങനെയാണ്. അതായത് ഞാനെന്നല്ല, ഏതൊരു തുടക്കക്കാരനായാലും തുടക്കത്തിൽ അങ്ങനെയാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കും, അത് നോക്കും, ഇത് നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത് അതാണ്. അങ്ങനെ നമ്മൾ എല്ലാത്തിനും കൂടി ചാടി പിടിച്ചാൽ നമ്മൾ ഒന്നിനും ആവില്ല. അങ്ങനെ ഫൈനലി ഇങ്ങനെ പോയി അവസാനം ഞാൻ വന്ന് നിന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറബിളുള്ള ഇൻഡിക്കേറ്ററാണ് CPR. അപ്പോൾ അതിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കുറച്ച് പാറ്റേൺസ് ഉണ്ട്, എൻ്റെ കുറേ ഓപ്പണിംഗ് ട്രിക്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് സ്ട്രൈക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതെൻ്റെ പേഴ്സണലി ഞാനിങ്ങനെ ഒരേ കാര്യത്തിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് ഞാൻ ഒരേ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നതും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഈ 2 ചാർട്ട് മാത്രം എടുത്ത് വെച്ചിട്ടേ ഞാൻ ഓപ്ഷൻ ആയാലും ഫ്യൂച്ചേഴ്സ് ആയാലും ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ വേറെ സ്റ്റോക്കിലോട്ട് പോവില്ല, വേറെ അതിലോട്ട് പോവില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഭയങ്കര ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്സിൽ എന്തെങ്കിലും ഒരു ന്യൂസോ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ദിവസം മാത്രം ഞാൻ ഹെവി വെയിറ്റ് സ്റ്റോക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഫോർ എക്സാമ്പിൾ റിലയൻസ് ആയാലും നമ്മുടെ HDFC ആയാലും കൊടാക്ക് ആയാലും അങ്ങനെ ഒന്ന് പോയി നോക്കാം. അല്ലാത്ത ദിവസം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇവരെ മാത്രം നോക്കും. എന്നിട്ട് അതിനകത്ത് ഞാൻ CPR ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജീസ് എടുക്കും. പക്ഷേ അതാണ് ബ്രില്യൻ സ്ട്രാറ്റജി എന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ ഒരേ സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ ഒരു സുഹൃത്തും, ഞങ്ങൾ 3 സുഹൃത്തുക്കളാണ്. അതിനകത്ത് ഒരാൾ ട്രേഡിങ് അല്ല, അവനിപ്പോൾ വേറൊരു ജോലി കിട്ടി, അവൻ വേറെ പരിപാടിയാണ് ചെയ്യുന്നത്. ബാക്കി ഞങ്ങൾ 2 സുഹൃത്തുക്കളിൽ അവൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് മൂവിങ് ആവറേജിലാണ്. പക്ക മൂവിങ് ആവറേജ് മാത്രമേ അവൻ യൂസ് ചെയ്യാറുള്ളൂ, വേറെ ഒരു ഇൻഡിക്കേറ്റേഴ്സും അവൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ ഒരേ സമയത്ത് ട്രേഡിംഗ് പഠിച്ചു തുടങ്ങി, ഒരേ സമയത്ത് ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ എൻ്റെ ടേസ്റ്റും അവൻ്റെ ടേസ്റ്റും വേറെയാണ്. എന്താണോ ഓരോരുത്തർക്കും ഫിറ്റ് എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ആ ചാർട്ടിൽ CPR പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിനകത്തൊരു എലമെൻറ്റ് വന്നു തുടങ്ങി. അതിനകത്ത് കുറച്ച് ഒരു സ്ട്രക്ചർ കിട്ടിയാണൊക്കെ ഫീൽ ചെയ്തു. അതിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ. അപ്പോൾ അവന് പക്ഷേ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് മൂവിങ് ആവറേജ് ആണ്. അപ്പം നമുക്ക് എന്താണോ സ്യൂട്ട് എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം പഠിക്കുക. ഞാൻ ഒന്നും പഠിക്കണം എന്നല്ല പറഞ്ഞു, എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഏതായിരിക്കുമോ നമ്മുടെ പേഴ്സണലി നമ്മുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതാണോ മാച്ച് ആവുന്നതെന്നുള്ള കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് റിസ്ക് റിവാർഡ് വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതാണ്. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, പിന്നെ പൊതുവേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുമ്പോൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ അത് എടുക്കുക. അതൊരിക്കലും വലിയ സ്റ്റോപ്പ് ലോസ് ആവാതെ നോക്കുക. കാര്യം സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുമ്പോൾ അത് നമ്മൾ വിട്ടുകൊടുക്കുക, നമ്മൾ ഇനി തിരിച്ചു കയറുന്നുള്ള മൈൻഡ് സെറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ 1000 രൂപയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഏറ്റവും അവസാനം അതൊരു 5000 രൂപ സ്റ്റോപ്പ് ലോസ് എടുത്തുമ്പോൾ നമ്മൾ വിൽക്കും. അതാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലോട്ട് പോവാതെ സമാധാനപരമായിട്ടിരുന്നിട്ട് എന്താണോ നിങ്ങൾ റിസ്ക് റിവാർഡ് പൊസിഷൻ സൈസിങ് പറഞ്ഞ് ബേസ് ചെയ്ത് വരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. അതായത് പറഞ്ഞില്ലേ, നമുക്ക് ഇതായിട്ടുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിർത്തുക, അന്നത്തെ ദിവസത്തെ ട്രേഡ് നിർത്തുക. അതായത് നമ്മുടെ ഡെയിലി മാക്സിമം സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ട്രേഡ് നിർത്തുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ പറയുന്ന സ്ട്രാറ്റജി സൂപ്പർ എന്നല്ല പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. മൂവിങ് ആവറേജസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓപ്ഷൻ ചെയിൻ മാത്രം നോക്കിയിട്ട് അതിൻ്റെ ഗ്രീക്കുകൾ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പല 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 രീതിയിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അത് ഓരോരുത്തരും ഫിറ്റ് അവർ കണ്ടുപിടിക്കുന്നതാണ്. പക്ഷേ ആ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ്, റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അവസാനം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ എന്നിട്ടും കണ്ടിന്യൂസ് ലോസിലോട്ട് അടിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 5, 10, 12, 15 ദിവസം നിങ്ങൾ ലോസിലോട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ നിർത്തുക. ട്രേഡിങ് നിർത്തുക എന്നല്ല പറഞ്ഞത്, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. കാര്യം അത് എത്രത്തോളം നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന എനിക്ക് അത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ അത് ചിലപ്പം ഈവൻ ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല പല വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ലോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ ട്രേഡ് അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കുക. ഒന്നീ കൂട്ടുകാരായിട്ട് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോവുക, നമ്മൾ ജസ്റ്റ് പോയി ചില്ല് ചെയ്യുക, മൈൻഡ് ഒന്ന് കൂളാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഡേ മീൻസ് അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾ ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഫാമിലി വൈസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ
നിങ്ങളെ മൈൻഡ് കുറച്ച് കൂളാക്കുക. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ദിവസം ഒരു ഫാമിലി ടൈമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ടൈമൊക്കെ എടുത്ത് ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ലോസ് നിങ്ങളെ മൈൻഡിൽ നിന്ന് മറക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ ഒരുവിധപ്പെട്ട നിങ്ങളിപ്പോൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് മാറി അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലൊരു ട്രേഡർ ആവാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കണക്കിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യമായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇത് വളരെ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുള്ളതും അത് എങ്ങനെ ഞാൻ ഓവർകം ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാക്കിയുള്ള ആരുടെയും കണക്ക് ലക്ഷങ്ങൾ പ്രോഫിറ്റും ഇല്ല അവിടുത്തെ കഥ, ലക്ഷങ്ങൾ ലോസും ഇല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുഞ്ഞു ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മളവിടെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറയില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ പലരും അതിനകത്ത് മെസ്സേജ് അയച്ചു തുടങ്ങി. അതിനകത്ത് നമുക്കൊരു സന്തോഷമുണ്ട്. അവരും അവിടെ ബൈ ചെയ്യണം സെല് ചെയ്യണം എന്നല്ല, ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സലിനാണോ സാധ്യത അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിനാണോ സാധ്യത, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിൻ്റെ റീസൺ എന്താണ്, അതാണ് നമുക്ക് സന്തോഷം. അതായത് ഒരാൾ നമ്മൾ പഠിപ്പിച്ചതിലൂടെ പഠിച്ചതിന് ശേഷം ഓരോ പോയിന്റിൽ ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഇവിടുന്ന് റിവേഴ്സ് ആവാൻ ഇതാണ് കാരണമെന്ന് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ അല്ലാതെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വലിയ ബൈയും സെല്ലും കാര്യങ്ങളും വിപ്ലവങ്ങളൊന്നുമില്ല. അവിടെ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതിലൂടെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം പൊസിഷൻ സൈസിങ് ബേസ് ചെയ്താണ് ആൾക്കാരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുവഴിയുള്ള ഗുണം എന്താണ്, നമ്മൾ താൽക്കാലികമായിട്ട് അന്നത്തെ ദിവസം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവരെ പഠിപ്പിക്കുന്ന. അതിലൂടെ ഓരോ റീസണും ഓരോ ട്രേഡിൻ്റെ റീസൺ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർക്ക് തന്നെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരേതായുള്ള സ്ട്രാറ്റജീസ്, നമുക്ക് നമ്മുടേതായുള്ള സ്ട്രാറ്റജീസ്, അങ്ങനെയൊക്കെ ഒരു ഹാപ്പി ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ഡിസ്ക്രിപ്ഷനും എല്ലാത്തിൻ്റെയും നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലും ഉണ്ട്, ടെലഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പും ഉണ്ട്. അത് TSP പബ്ലിക് ഗ്രൂപ്പ് എന്നാണ്. അതിനകത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞാൽ മിക്ക ദിവസമല്ല എല്ലാ ദിവസങ്ങളിലും ഞാൻ വൈകിട്ട് ഏതൊക്കെയാണ് പിറ്റേ ദിവസത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടുള്ള പോയിന്റുകൾ, അത് റിവേഴ്സൽ ഏരിയാസ് ആയാലും ടേണിംഗ് പോയിന്റ്സ് ആയാലും ബൈ സോണും സെൽ സോണും ഇതിനെല്ലാം ബേസ് ചെയ്ത് വരുന്ന പോയിന്റ്സ് ഏതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചാനലിലിടും. പിന്നെ എനിക്ക് അപ്പോൾ തോന്നുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഞാൻ ചാനലിലിടും. അതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. ഇതിനിടയിൽ ഞാൻ ലൈവ് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. എല്ലാം നമ്മൾ റീസൺ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ പഠിക്കും. അവർക്ക് പിന്നെ സ്വന്തമായിട്ട് ആരെയും സഹായമില്ലാതെ ലൈഫ് ലോങ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറയുന്നത്. അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് നമ്മൾ എത്തും. ഒരുവിധപ്പെട്ട കുറേ ട്രേഡേഴ്സിനെ നമുക്കങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അത് ഞാൻ ഓവർകം ചെയ്തതും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആരൊക്കെ ട്രേഡ് ചെയ്യണം, ആരൊക്കെ ട്രേഡ് ചെയ്തിടുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.